പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ നിരവധി നൂതന മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. തന്ത്രപരമായ വീക്ഷണകോണിൽ നിന്ന് മാത്രമല്ല, അത് അയൽ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് പാകിസ്ഥാന് വലിയ ഭീഷണി ഉയർത്തുന്നത് കൂടിയാണ് ഇവയെല്ലാം. ഈ മിസൈലുകളിൽ ചിലതിന് അവയുടെ വേഗതയും കൃത്യതയും കാരണം നിമിഷ നേരം കൊണ്ട് തന്നെ പാകിസ്ഥാനിലെ നഗരങ്ങളെ ലക്ഷ്യമിടാൻ കഴിയും. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഇന്ത്യയുടെ ശൗര്യ മിസൈൽ. ക്വാസി ബാലിസ്റ്റിക് മിസൈലിൽപ്പെട്ട ആണവശേഷിയുള്ളവയാണിവ. വേരിയന്റിനെ ആശ്രയിച്ച് 700 മുതൽ 1900 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി. 6.2 ടൺ ഭാരമാണ് ഇതിനുള്ളത്. മൊബൈൽ ലോഞ്ച് വെഹിക്കിളിൽ നിന്നും ഇതിനെ വിന്യസിക്കാം. കൂടാതെ റഡാർ ഒഴിവാക്കൽ, ഹൈപ്പർസോണിക് വേഗത കാരണം കൃത്യമായ ലക്ഷ്യമിടൽ എന്നിവയും ഇതിന്റെ പ്രത്യേകതയാണ്. കൂടാതെ ശൗര്യ മിസൈലിന്റെ ഹൈപ്പർസോണിക് വേഗത കാരണം 20 മുതൽ 30 സെക്കൻഡിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ നഗരമായ ലാഹോറിനെ ലക്ഷ്യമിടാൻ ഇതിന് കഴിയും. 3 മുതൽ 4 മിനിറ്റിനുള്ളിൽ ഇസ്ലാമാബാദിനെയും 4 മുതൽ 5 മിനിറ്റ് കൊണ്ട് കറാച്ചിയെയും ലക്ഷ്യമിടാൻ ശൗര്യയ്ക്ക് സാധിക്കും. ശൗര്യ ഒരു തന്ത്രപരമായ മിസൈലാണ്. യുദ്ധക്കളത്തിൽ വേഗത്തിൽ വിന്യസിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇത്. ഇതിന്റെ ഹൈപ്പർസോണിക് വേഗതയും മൊബൈൽ ലോഞ്ചറും പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുക. അതുപോലെ തന്നെ ഇക്കൂട്ടത്തിലെ മറ്റൊരു ശക്തനാണ് പ്രാലെ ബാലിസ്റ്റിക് മിസൈൽ. തന്ത്രപരമായ ഹ്രസ്വ ദൂര ബാലിസ്റ്റിക് മിസൈലാണ് പ്രാലെ. 150 മുതൽ 500 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി. മാക് 5നേക്കാൾ കൂടുതൽ വേഗത ഇവയ്ക്കുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത ഒരു കാനസ്റ്ററൈസ്ഡ് സർഫേസ് ടു സർഫേസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് പ്രാലെ. ഇതിന്റെ വിന്യാസം മുതൽ വിക്ഷേപണം വരെയുള്ള സമയം 10 മിനിറ്റിനുള്ളിൽ ആണെന്നും കമാൻഡിൽ നിന്ന് വിക്ഷേപിക്കുന്നതിനുള്ള പ്രവർത്തന സമയം 60 സെക്കൻഡ് ആണെന്നും റിപ്പോർട്ടുകളുണ്ട്. 150 കിലോമീറ്റർ മുതൽ 500 കിലോമീറ്റർ വരെ ദൂരത്തിൽ 350 മുതൽ 700 കിലോഗ്രാം ഭാരവും 500 മുതൽ 1000 കിലോഗ്രാം ഭാരമുള്ള ഉയർന്ന സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ പ്രാലേക്ക് കഴിയും. പ്രാലെ മിസൈലിന് 30 മുതൽ 40 സെക്കൻഡിനുള്ളിൽ ലാഹോറിനെ ലക്ഷ്യമിടാൻ കഴിയും. 2 മുതൽ 3 മിനിറ്റ് എടുത്ത് ഇസ്ലാമാബാദിനെയും 3 മുതൽ 4 മിനിറ്റ് എടുത്ത് കറാച്ചിയെയും തകർക്കാൻ ഈ ഒരൊറ്റ മിസൈൽ മതി. ഇന്ത്യയുടെ അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലും പാകിസ്ഥാൻ ഉയർത്തുന്നത് ചെറിയ ഭീഷണിയൊന്നുമല്ല. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത അതിദീർഘ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. ഭൂഖണ്ഡാന്തര മിസൈലുകളുടെ ശേഷിയുടെ അത്ര ശേഷിയുള്ള ഈ മിസൈലിന് 7500 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ലക്ഷ്യത്തിലെത്താൻ കഴിയും. 17 മീറ്റർ നീളവും 50 ടൺ ഭാരവുമാണ് ഈ മിസൈലിന്. അഗ്നി 5ന് ആകെ 1 ടൺ വരെ ഭാരമുള്ള 10 ആക്രമണ മുനകൾ വരെ വഹിക്കാൻ ശേഷിയുണ്ട്. മലയാളിയായ ടെസി തോമസ് ആണ് ഈ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. 2012 ഏപ്രിൽ 19 ആയിരുന്നു ഇതിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം. കരയിൽ നിന്ന് തൊടുക്കാവുന്ന പതിപ്പായിരുന്നു അന്ന് വിക്ഷേപിച്ചിരുന്നത്. ഒഡീഷയിലെ വീലർ ദ്വീപിൽ നിന്നായിരുന്നു ആദ്യ മിസൈൽ വിക്ഷേപിക്കപ്പെട്ടത്. പാകിസ്ഥാനെ മാത്രമല്ല, ബീജിംഗ്, ഷാങ്ഹായ് പോലുള്ള ചൈനയിലെ വലിയ നഗരങ്ങളെയും ലക്ഷ്യം വയ്ക്കാൻ ഇതിന് കഴിയും. ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ശക്തിയെക്കുറിച്ചും ശത്രുക്കൾക്ക് നന്നായി അറിയാം. കരയിൽ നിന്നും വിമാനത്തിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. റഡാറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ 3 മുതൽ 4 മീറ്റർ ഉയരത്തിൽ പറക്കലിന്റെ മധ്യത്തിൽ ദിശ മാറ്റാനുള്ള കഴിവ് എന്നിവയൊക്കെ ഇതിന്റെ സവിശേഷതകളാണ്. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ഇതിന് ബ്രഹ്മോസ് എന്ന പേര് വന്നത്. അതേസമയം 2700 കിലോമീറ്റർ പരമാവധി ദൂരപരിധിയുള്ള ഗോറി, ഷഹീൻ, അബാബിൽ തുടങ്ങിയ മിസൈലുകളാണ് പാകിസ്ഥാനിലുള്ളത്. ഇവയിൽ MIRV സാങ്കേതിക വിദ്യ പരിമിതമാണ്. ഇന്ത്യയിലേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയുടെ കൃത്യതയും വിശ്വാസ്യതയും കുറവായാണ് കണക്കാക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരികയാണ്. ഈ മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്കോ വലിയ തോതിലുള്ള ആക്രമണമോ നടത്തിയേക്കുമോ എന്നുള്ളത് പാകിസ്ഥാനുള്ള വലിയ ഭയമാണ്.